അതൊരു +1 ക്ലാസ് ആയിരുന്നു. അവിടെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. വലിയ സൗന്ദര്യമൊന്നുമില്ലെങ്കിലും ആരെയും ആകർഷിക്കുന്ന ശാന്തമായ സ്വഭാവമായിരുന്നു അവളുടേത്. അവളുടെ കൂട്ടുകാർ എല്ലാവരും അത്യാവശ്യം ബോൾഡായവരായിരുന്നു. അവരുടെ കളിക്കും ചിരിക്കും ഒപ്പം കൂടുമ്പോഴും എപ്പോഴും ഒരൽപ്പം നാണം കലർന്നൊരു മൗനം അവൾ കാത്തുസൂക്ഷിച്ചിരുന്നു. ആ ശാലീനത തന്നെയാണ് അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കിയതും. അതേ ക്ലാസ്സിൽ തന്നെയായിരുന്നു അവനും. നല്ല ഉയരവും ആരെയും ആകർഷിക്കുന്ന രൂപവുമുള്ള ഒരു പയ്യൻ. പക്ഷേ സ്വഭാവത്തിൽ അവനും ഒരൽപ്പം പാവമായിരുന്നു. ആദ്യമൊന്നും അവർക്കിടയിൽ ഒന്നുമുണ്ടായിരുന്നില്ല, വെറും ക്ലാസ്മേറ്റ്സ് മാത്രം. പക്ഷെ എപ്പോഴോ അവൾക്ക് അവനോട് ഒരു ചെറിയ ക്രഷ് തോന്നിത്തുടങ്ങി. അവളത് ആരോടും പറഞ്ഞില്ല, പുറത്തു കാണിച്ചതുമില്ല. എന്നാൽ കാലം കടന്നുപോയപ്പോൾ അവളുടെ ആ നിഷ്കളങ്കമായ ചിരിയും ശാന്തതയും അവന്റെ കണ്ണുകളിലും ഉടക്കി. അവൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ വരുന്നത് നോക്കി നിൽക്കാനും അവളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കാനും അവൻ ശ്രമിച്ചു. തങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് മുട്ടിടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. +1 പകുതിയായപ്പോഴാണ് കഥ മാറിയത്. +2 പഠിക്കുന്ന സുന്ദരിയായ മറ്റൊരു പെൺകുട്ടി അവനെ ഇഷ്ടപ്പെട്ടു. അവർ സംസാരിച്ചു തുടങ്ങി. ഒടുവിൽ അവർ പ്രണയത്തിലായി. അത് കണ്ടിട്ടും അവൾ തളർന്നില്ല. പുറമേക്ക് ഒന്നും കാണിച്ചതുമില്ല. ഉള്ളിൽ വലിയ സങ്കടമുണ്ടായിരുന്നെങ്കിലും അവൾ അത് ഒളിപ്പിച്ചു വെച്ചു. അവൻ അത്രയും ഭംഗിയുള്ള ആളല്ലേ, അവൻ എന്നെ ഇഷ്ടപ്പെടില്ലായിരിക്കും എന്നവൾ സ്വയം വിശ്വസിച്ചു. ഇന്നും അവൾ പഴയതുപോലെ അവരുടെ മുന്നിലൂടെ നടക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, ചിരിക്കുന്നു. പക്ഷേ ആ മനസ്സിന്റെ ഉള്ളിൽ മാറ്റാൻ കഴിയാത്ത ഒരു വേദന ബാക്കിയുണ്ട്. സത്യത്തിൽ അവനും അവളെ മറന്നിരുന്നില്ല. ഇന്നും അവന്റെ കണ്ണുകൾ അവൾക്ക് ചുറ്റും തിരയാറുണ്ട്. അവളുടെ സാമീപ്യം അവൻ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. അവന്റെ മനസ്സിന്റെ ഒരറ്റത്ത് അവൾക്കായി ഒരു സ്ഥലം ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇരുവരും ഒന്നും പറഞ്ഞില്ല. പറയപ്പെടാത്ത ആ പ്രണയം ഉള്ളിൽ തന്നെ ഒതുക്കി അവർ മുന്നോട്ട് നീങ്ങി. താങ്ക്സ് ഫോർ വാച്ചിങ്.